ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം നിങ്ങൾക്ക് ലഭിക്കണം, അല്ലെങ്കിൽ അവരങ്ങനെ പെരുമാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ലോ ഓഫ് അട്രാക്ഷനിൽ എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. വളരെ എളുപ്പമാണ്. നമുക്കൊരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് അപ്ലൈ ചെയ്ത് നോക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളോട് എങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത് അത് സെൻറ്റൻസുകളായിട്ട് നിങ്ങളൊരു പേപ്പറിൽ എഴുതുക. ഒന്നാമത്തേത്, ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. ഇതുപോലെ തന്നെ എഴുതണം എന്നില്ല, പക്ഷെ എഴുതുമ്പോൾ നിങ്ങളുടെ ആ ഒരു എഴുത്തിൻ്റെ ഭാഷ ഞാൻ പറയുന്ന ഈ ഒരു രീതിയിലായിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചെയ്യുന്നു, അല്ലെങ്കിൽ നടക്കുന്നു, പറയുന്നു, വിളിക്കുന്നു, ഇങ്ങനെ ഈ ഒരു ഭാഷയിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. എക്സാമ്പിൾ നോക്കാം. ഞാനും കൈനയും തമ്മിൽ സന്തോഷകരമായ ബന്ധത്തിലാണ്. കൈന എന്നെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. കൈന എന്നെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നു. കൈന എല്ലാ ദിവസവും എന്നെ വിളിക്കുന്നു. കൈന എന്നോട് വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നു. ഞാനും കൈനയും തമ്മിൽ പ്രണയത്തിലാണ്. ഇങ്ങനെ ധാരാളം സെൻറ്റൻസുകൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി എസ്പെഷ്യലി നിങ്ങൾക്ക് നിങ്ങളോട് എങ്ങനെ പെരുമാറണം, വളരെ സൗമ്യമായി സംസാരിക്കുന്നു, നല്ല രീതിയിൽ ഇടപഴകുന്നു, ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലികളിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നു, അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ എഴുതാം. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇങ്ങനെ കുറച്ച് സെൻറ്റൻസുകൾ എഴുതിയിട്ട് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ ഇതൊന്ന് ഒരു 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് വായിച്ചിട്ട് കിടന്നുറങ്ങുക. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണം എന്നില്ല. അപ്പോൾ ഇതൊരു 21 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 30 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രോസസ്സിലൂടെ പോകുന്ന സമയത്ത് അവരിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം സംഭവിക്കുന്നത് നമുക്കറിയാനായിട്ട് സാധിക്കും. കാരണം നമ്മളിത് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മളറിയാതെ ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പോവുകയും അതിൻ്റെ റിഫ്ലക്ഷൻ എന്നോണം അതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ള രീതിയിൽ അവരിൽ വലിയൊരു സ്വാധീനം ഉണ്ടാക്കുകയും അത് നിങ്ങൾക്ക് അവരുടെ പെരുമാറ്റത്തിൽ കാണാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു കാര്യം ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ നമ്മളോട് ഇങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പലപ്പോഴും നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യാതെ തിരിച്ചിങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ റിസൾട്ട് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുകയും, ഇനി അങ്ങനെ ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രണയം, സ്നേഹം, കെയർ ഒന്നും വരുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളാണെങ്കിൽ ഇപ്പം എഴുതിയതിൻ്റെ നേരെ തിരിച്ചും നിങ്ങൾ എഴുതുക. ഞാൻ കൈനയെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നു, അതുപോലെ തന്നെ ഞാൻ കൈനയെ എല്ലാ ദിവസവും വിളിക്കുന്നു. ഫോൺ വിളിക്കാത്ത ആളുകളാണെങ്കിൽ ജസ്റ്റ് അങ്ങനെ എഴുതുക. അതുപോലെ തന്നെ ഞങ്ങൾ തമ്മിൽ സന്തോഷകരമായ ബന്ധത്തിലാണ്. അങ്ങനെ നമ്മുടെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടുകൂടി ആ സെൻറ്റൻസുകൾ എഴുതിയിട്ട് രണ്ടും കൂടി ഒന്നിച്ച് എഴുതിയിട്ട് രണ്ടും കൂടി റീഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ അങ്ങോട്ടെല്ലാം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് പെരുമാറേണ്ട രീതി മാത്രം എഴുതിയാലും മതി. ഓക്കെ, ഗോട്ട് ഇറ്റ്? അപ്പോൾ അത് എഴുതിയതിന് ശേഷം ഈ തുടർച്ചയായിട്ട് ഒരു 21 ദിവസമോ 30 ദിവസമോ വായിക്കുക. രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് പറ്റുമെങ്കിൽ ഇത് പില്ലോയുടെ താഴെയോ അല്ലെങ്കിൽ പില്ലോയുടെ കവറിന് ഉള്ളിൽ തന്നെ മടക്കി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്ററാണ്. എപ്പോഴും പില്ലോ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കുകൾ ചെയ്യുമ്പോൾ അതിൽ ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് കിട്ടാറുണ്ട്. കാരണം നമ്മളത് മറക്കത്തില്ല. രാവിലെ എണീക്കുന്ന സമയത്താണെങ്കിലും അതുപോലെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപാണെങ്കിലും ആ ഒരു ടെക്നിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങുമല്ലോ, ഒരേ സ്ഥലത്താണ് ഉറങ്ങുന്നതെങ്കിൽ അത്രയും നല്ലതാണ് ആ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത്. സോ എല്ലാ ദിവസവും രാത്രിയിൽ ഇത് ചെയ്യാൻ മറക്കാതിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഹീലിങ്ങും നടക്കട്ടെ. വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മറക്കാതെ പേഴ്സണൽ കോച്ചിങ്ങിനോ അതിനുള്ള സൊല്യൂഷനോ വേണ്ടി നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. എനിവേ, താങ്ക് യു. നമസ്തേ.